ചങ്ങാതി ചങ്ങാതി നിനക്കിത് കൊള്ളാമോ ചങ്ങാതി. എത്ര ബാറിലെ ബോധവൽക്കരണം കഴിഞ്ഞാണ് ഈ ബാറിലോട്ട് വന്നത്? ഒന്നോ മൂന്നോ? ഞാൻ ആ സമയത്ത് ഇയാൾ ചെയ്ത പരിപാടി എന്നാന്നറിയാം. ഞാൻ ആ 2ാം നിലയുടെ സൺസൈഡിൽ നിന്ന് നേരെ ഓഡിയൻസിനകത്തേക്ക് ചാടി. ഇപ്പൊ അലമാരിക്കകത്ത് സമൂസ ഇരിക്കുന്നു. ഞാൻ അവരുടെ അച്ഛന്റെ ഫോട്ടോയിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കത്തിച്ചിട്ട് നേരെ എടുത്ത് ഒറ്റ കയറാ സമൂസ ഓലപ്പട പോകാന്ന് പറഞ്ഞു. നമസ്കാരം. ക്യൂടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ഒക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും ഒരു പ്രതീക്ഷ കാണും അല്ലെ? ഓക്കെ, ഇന്ന് നല്ല നല്ല സ്കിറ്റുകൾ കാണും, നല്ല താരവിളയാട്ടം കാണുന്നൊക്കെ. അപ്പൊ ആ പ്രതീക്ഷയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്ന്. അപ്പം വൺസ് അഗൈൻ വെൽക്കം ടു ക്യൂടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സ്. ഹായ് ജാഫ്രിക്ക, ചേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്ന് തുടങ്ങിയപ്പോൾ തന്നെ പ്രതീക്ഷയെ പറ്റി പറഞ്ഞു. അതായത് നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഒരു പ്രതീക്ഷ കാണും, ഓക്കെ ഇന്ന് നമുക്കൊരു 1 hour എൻജോയ് ചെയ്യാം എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും പല കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് ഓരോരോ പ്രതീക്ഷകൾ ഓട്ടോമാറ്റിക്, നമ്മളൊരു ഹ്യൂമൻ നേച്ചറാണ്, നമ്മൾ പ്രതീക്ഷിക്കും. ഇപ്പോൾ കോമഡി മാസ്റ്റേഴ്സിന്റെ തന്നെ നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിരിക്കും അല്ലേ നാദിക? നമ്മളൊരു 300 എപ്പിസോഡ്സ് കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് കോമഡി മാസ്റ്റേഴ്സ് പോകുന്നു. ഫിംഗേഴ്സ് ക്രോസ്, താങ്ക്സ് ഗോഡ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഓക്കെ ഞാൻ ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന വഴിയിൽ ഞാൻ പോവില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ചിലപ്പോൾ കുറേ ധാരണകൾ ഉണ്ടാവും, കുറേ പ്രതീക്ഷകൾ ഉണ്ടാവും. ആ പ്രതീക്ഷകൾ എത്രത്തോളം സക്സസ്ഫുള്ളായി, എവിടെയാണ് ആ പ്രതീക്ഷകൾ ഇല്ലാതായത്, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് പറയാൻ പറ്റുക? ഞാൻ ജേട്ടിൽ തുടങ്ങട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്രാമ ആക്ടറായിരുന്നു. അമേച്ചർ തിയേറ്റർ. ഓക്കെ, വളരെ സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്ര രാക്ഷസം, സൂര്യവേട്ട, ഭോമ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹൈ എൻഡിലുള്ള നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുദ്രയൊക്കെ ഉപയോഗിച്ചിട്ടും അഭിനയവും ബോഡി മൂവ്മെന്റും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു തിയേറ്റർ ആക്ടറായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചെന്താ വെച്ചാൽ തിയേറ്ററിലൂടെ ഒരു വലിയ മാറ്റം വരികയും ഈ ശ്യാമപ്രസാദ് ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാ, രഞ്ജിത്ത്, വി കെ പ്രകാശ് ഒക്കെ, മുരളിമേനൊക്കെ എൻ്റെ ഞങ്ങളൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ അന്ന് നമ്മൾ വിചാരിച്ചു ഇതിലൂടെ നമ്മൾ ഒരു പൊളിക്കും എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ലൈഫ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഒറ്റ ടേണിംഗ് ആണ്. കാരണം ഈ ഗ്രൂപ്പ് അത് ശിഥിലമാവുന്നു. പിന്നെ നമുക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. അതായത് കലാരംഗത്തേക്ക് ഇറങ്ങി എടുത്ത് ചാടി തിരിച്ചു കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിൽ വെച്ചാണ് നമ്മൾ കൂട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ചില കോമഡികളും കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളും ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് വേറൊരു സംഭവം. അങ്ങനെയാണ് കാരിക്കേച്ചറിലേക്ക് വരും. ഞാനതുകൊണ്ട് പിന്നീട് ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നുമില്ല. വരണ വടി വരും. ട്രെയിനിൽ പോകാന്ന് വിചാരിച്ചു വരുമ്പോ എന്തായാലും ആ ട്രെയിൻ അന്ന് ക്യാൻസൽ ചെയ്യും. അപ്പൊ നമ്മൾ ബസ്സിൽ പോകും. അത്രയും ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ ഇന്നൊരു ഫ്രണ്ടിനെ പ്രതീക്ഷിച്ചിരുന്ന അയാളല്ല വരിക, തീരെ ഗുണം ചെയ്യാത്ത ഒരുത്തിനാ കയറി ഇവരെ കാണേണ്ടി വന്നല്ലോ. അപ്പൊ അതങ്ങനെയാണ് ജീവിതം. പക്ഷെ ഇത് പ്രതീക്ഷിച്ചതല്ലെങ്കിൽ പോലും അത് ലൈഫിൽ പോസിറ്റീവായിട്ട് വന്നു. അതാണ് സ്ട്രോങ് പില്ലർ ജീവിതത്തിലെ. അങ്ങനെ തന്നെയാണ്. ജാഫ്രിക്ക, എനിക്ക് പ്രതീക്ഷിക്കാതെ പറ്റിയൊരു സംഭവം, കുറെ പേർക്ക് അറിയാവുന്ന കലാകാരന്മാർക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഞാനൊരു കലാഭവന്റെ പരിപാടിക്ക് ബോംബെ പോയി തിരിച്ചു വരുന്നു. ബോംബെ ആണോ ഡൽഹി ആണോ? ആ വന്നിറങ്ങുന്നതിന്റെ അന്ന് തന്നെ കാണക്കാരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ ഏറ്റുമാനൂര്. കാണക്കാരി, അവിടെ ഒരു പയ്യൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ടിട്ട് അവരുടെ വീട്ടിലെ പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ പാവപ്പെട്ട പയ്യനുണ്ട്, സാംസൺ മാനുവൽ എന്ന് പറയുന്ന കീബോർഡിസ്റ്റ്, അറിയില്ല സാംസണ്, അദ്ദേഹം അടുത്ത് മരണപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹം ഒരു പരിപാടി അവിടെ സെറ്റ് ചെയ്തു. 101 വയലിനാണ് സ്റ്റേജിൽ. ഇനി ഇവിടെ തൊട്ട് അങ്ങനെ 101 വയലിൻ, 10 സെറ്റ് തബല. അപ്പൊ ആർട്ടിസ്റ്റുകൾ കംപ്ലീറ്റ് അങ്ങ് വന്നു. ഗിത്താർ റൂം 30 ഓങ്കോട്ട് റൂം 20. അങ്ങനെ ഭയങ്കര സ്റ്റേജ്. ഈ സ്റ്റേജിൽ റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു ഐറ്റം നടക്കുന്നതാണ് അന്നത്തെ കാലത്ത്. അപ്പം ഈ റെസ്ൽ ചെയ്യുന്നത് ഷാജോണാണ്. അമേരിക്കയിൽ നിന്നും ഇങ്ങനെ പറഞ്ഞ ഒരാൾ ഭയങ്കരമായിട്ട് അനൗൺസ് ചെയ്യുന്നു, റഫർ ചെയ്യുന്നു, പറയുന്നു റഷ്യയും അമേരിക്കയും തമ്മിൽ ഇടിക്കുന്നു, റഷ്യനെ തോപ്പിക്കുന്നു. ഞങ്ങളുടെ മിമിക്രി നടക്കുവന്നേ. ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് വെക്കുന്ന സ്റ്റേജിൽ തന്നെ ഇവരെ മിമിക്രി റെസ്ലിംഗ് പരിപാടി. അപ്പൊ അതിനകത്ത് പാലക്കാടുകാരൻ കുഞ്ഞാണ്ടി എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാനൊരു വന്നിട്ട് എൻ്റെ ഒരു പ്രകടനത്തിലാണ് അതിന്റെ. അപ്പൊ ഓരോ സ്റ്റേജിലും നമ്മള്
സ്റ്റേജിന്റെ സൈഡിൽ നിന്നോ ഓഡിയൻസിന്റെ സൈഡിൽ നിന്നോ ഏതെങ്കിലും മരത്തേല് അപ്പൊ ഇവിടെ ലൈറ്റ് ചെയ്യുന്ന ഷിഫ്റ്റ് ആ പുള്ളി ഒരു ലൈറ്റ് ഇങ്ങനെ വെച്ച് സ്പോട്ട് ലൈറ്റ് വെച്ച് ഇങ്ങനെ അടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ദേ ആ മരത്തെ കാണും, അല്ല ഈ ഘട്ടത്തിന്റെ ഇവിടെ കാണും എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് പറയും പാലക്കാടുകാരൻ കുഞ്ഞാണ്ടി ആ ലൈറ്റ് അങ്ങ് പോകുമ്പോ എല്ലാവരും അങ്ങോട്ട് നോക്കുമ്പോ നമ്മളവിടെയാ. എന്റെ മോളെ എനിക്കൊരു അബദ്ധം പറ്റി പറയട്ടെ, ഈ കാണക്കാരിയിലെ പരിപാടി നടക്കുന്നത് ഇവര് നടന്ന് കളിച്ചോണ്ടിരിക്കുക. ഈ 3 രാജ്യത്തിന് ഇടിച്ചിട്ട് ലാസ്റ്റ് അല്ലേ ഞാൻ കറക്റ്റ് പറഞ്ഞേക്ക ഷിബിച്ചനോട്. പാരീഷ് ഹാള് പോലെ ഒരു ഹാള് വന്നിട്ടുണ്ട് 2ാം നില. ഈ 2ാം നിലയുടെ ടോപ്പിൽ കയറി. അതെന്നാ കാരണം വെച്ചാൽ അത് അലങ്കരിച്ചിട്ടേക്കണ ബൾബ് അലങ്കരിച്ചതിന് ഒരു ഗോണി ഇരിപ്പുണ്ടായി. ആ ഗോണിയെ കൂടെ ഞാൻ കയറി ചെന്നു. ശിവചേട്ടൻ കണ്ട് എനിക്ക് എന്റെ മോളിൽ കൂടെ കണ്ടിട്ട് ശിവചേട്ടനെ കാണാം. ഇത് പറഞ്ഞ് ലൈറ്റ് അടിക്കുന്ന സമയം അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് കുറെ പ്രകടനം കാണിച്ചിട്ട് ഈ ഗോണിയെ കൂടെ ഇറങ്ങി വന്ന് സ്റ്റേജിൽ കയറും. ഞാൻ ചെന്നപ്പോ ഗോണിയില്ല. ഈ ടൈമില് ഗോണിയില്ല. ഈ പരിപാടി കണ്ടപ്പോ ഷാജിദ് കൈ കോർത്തിരിക്കുമ്പോഴേക്കും ജനം മൊത്തം ഇങ്ങോട്ട് നോക്കിയിരിക്കുമല്ലോ സ്പോട്ട് ലൈറ്റില്. ഈ ഏതോ സീരിയൽ സെറ്റ് കേടാകാൻ പോയിട്ട് പ്രതീക്ഷിക്കാതെ വന്ന നമ്മുടെ അപ്രതീക്ഷിതത്തിനുള്ള മറുപടി അത്. ഞാൻ ചെന്ന് നോക്കിയപ്പോ ഈ സീരിയൽ സെറ്റ് നന്നാക്കണ ആള് ഇത് ചാരി വെച്ച് എവിടെ നന്നാക്കിയിട്ട് പിന്നെ ഇയാളെടുത്തോണ്ട് എങ്ങോട്ടോ പോയി നന്നാക്കാൻ പോയി. ഞാനിത് സ്ഥിരം ഇവിടെ ഉണ്ടെന്ന് ഓർത്തും. ഞാൻ ആ സമയത്ത് ഇയാൾ ചെയ്ത പരിപാടി എന്നാന്നറിയാം, ഒരു ക്ലോസിങ് വന്ന് കാണിച്ചാൽ കാലയിൽ ഇത്രയുണ്ട് ഒരു മുഴ, എല്ലാം അസ്ഥി പൊട്ടി. ഞാൻ ആ 2ാം നിലയുടെ സൺസൈഡിൽ നിന്ന് നേരെ ഓഡിയൻസിനകത്തേക്ക് ചാടി. ഇതിപ്പോ ഈ അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇത് ഓർത്തിരിക്കുന്നത് അതിന്റെ കാലം ഓടിച്ചിരിക്കുക. അവിടെ ഇതായിട്ടിരുന്ന അസ്ഥി പൊട്ടി. ഇതറിഞ്ഞില്ല സ്റ്റേജിൽ കയറുന്നു. ഷാജോൺ ഇടിച്ച് വീഴ്ത്തുന്നു, ഷാജോൺ എന്നെ ഇടിച്ച് വീഴ്ത്തുന്നു. ഷാജോൺ ഇങ്ങനെ കാലിങ്ങനെ കവച്ച് വെച്ചുകൊണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ കിടന്നിട്ട് ഷാജോണിൻ്റെ എൻ്റെ തല അറിയാതെ ഇങ്ങനെ പൊങ്ങുമ്പം ഷാജോൻ്റെ ഇവിടെ കൊണ്ടിട്ട് ഷാജോൺ മറിഞ്ഞാടി ഞാൻ സമ്മാനം മേടിക്കുന്നു. സമ്മാനമെല്ലാം മേടിച്ച് വന്ന് ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ട് കസേര ചെന്നിരുന്ന എന്ത് ചെയ്തേ എഴുന്നേക്കല്ല, കാലിൽ ഷൂവിൽ തിങ്ങിപ്പോയി ഭയങ്കര നീര് വെച്ചു. അപ്രതീക്ഷിക്കാതെ സ്റ്റേജിൽ കയറാതിരിക്കാൻ പറ്റുമോ? എനിക്കിപ്പോൾ മേല് വരിക്കാതെ കേട്ടത് 2ാം നിലയിലേ ആ സൺഷൈഡിൽ നിന്ന് എടുത്തെങ്കിൽ ആടി ചത്തുപോയ പോയെന്നെ. സിംഗിൾ ഡാൻസ് സിംഗിൾ ഡാൻസ് കേട്ടാ അതെന്താന്ന് വെച്ചാൽ അന്നേരം വന്നു അതൊരു സംഭവം. പേര് കണ്ട പരിപാടിയാണ്. ഗ്രേറ്റ് മൈ ഡിയർ. അത് എന്റെ സഹപ്രവർത്തകരെല്ലാം ഓർത്തുവരിപ്പുണ്ട് അന്ന് ആ സ്റ്റേജിൽ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ. ഇതുപോലെ എന്നെ ഞെട്ടിക്കുന്ന കഥകളെന്നല്ല നമ്മള് ചാടണ്ടല്ലേ വീഴേണ്ട സ്ഥലത്തൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട്. ഈ ഏഴരക്കൂട്ടം എന്ന് പറയുന്ന സിനിമയില്ലേ, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല നടന്നത്. പ്രതീക്ഷിച്ചതല്ല. അപ്പൊ അതായത് ഏഴരക്കൂട്ടം എന്ന് പറയുന്ന സിനിമയുടെ ഒരു മറ്റേ നമ്മുടെ എവിടെയാണ് ചെന്നൈയിലൊരു ഫിലിം സിറ്റി ഉണ്ട്. അവിടെ കുറെ ബിൽഡിങ്, ചൈനീസ് ബിൽഡിങ്ങും ജാപ്പാനീസ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ മറ്റൊരു പാട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലിക്കാടും എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഡയറക്ടർ പറഞ്ഞു ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവരും ഞങ്ങൾ കയറിയെന്ന്. അപ്പൊ ഈ എഡ്ജ് ഉണ്ട്, ആ എഡ്ജിൽ കയറി നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇതിന്റെ എഡ്ജിന്റെ അകത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴും. എപ്പോഴും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് മൈക്ക് കൂടി തന്നെ വിളിച്ചത് താരൊക്കെ അതിന്റെ വീണിൽ നിന്ന് വീണ് മരിച്ചു പോയി കഴിഞ്ഞാലൊന്നും മലയാള സിനിമക്ക് ഒരു കോപ്പ് നഷ്ടപ്പെടാനല്ല അവിടെ നോളാൻ പറഞ്ഞു. അപ്പൊ നമ്മളെ പഠിപ്പിച്ച പാടെന്ന് പറയോ, ഇപ്പൊ നമ്മള് സംവിധായകൻ എന്ന് പറയുന്ന കുപ്പായി വിട്ടിട്ട് നിൽക്കുമ്പോ എന്തൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് ഹേർട്ട് ചെയ്യും, ആരോടൊക്കെ എന്തൊക്കെ പറയാൻ പാടില്ല, ആ വന്ന് നിൽക്കുന്നവന്റെ മാനസികാവസ്ഥ എന്താണ്, ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അഭിനയിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ നമുക്ക് കുറെ പഠിക്കാൻ പറ്റി. സത്യമാണ്. അത്യാവശ്യം ഞാൻ പറയുന്ന സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ഡയറക്ടേഴ്സും ഇവരൊക്കെ എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ട് ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ അഭിനയിക്കുന്നവരുടെ പെയിൻ മനസ്സിലാവും. ഇക്ക പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ ദൈവം നമുക്ക് തരുന്നത്. പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് വലിയ കാര്യങ്ങളായിരിക്കും ദൈവം നമുക്ക് തരുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പരിപാടികൾ വല്ലതും ഉണ്ടാവും. അതൊന്ന് തരാമോ പ്ലീസ്? അതുണ്ടാവോ? അപ്പൊ ആ പരിപാടികൾ തരാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞു ബ്രേക്ക്. തീർ സാധനം കിട്ട് ഒരു സാധനം അങ്ങ് പാടിക്കാം അങ്ങോട്ട്. പണ്ടൊരു ചങ്ങാതി ചെത്താൻ പോയി, പനങ്കള്ളും മോന്തി ചെത്താൻ പോയി, പിടിവിട്ടു പാവം നിലത്തു വീണു, താഴെ വീണ ചങ്ങാതി ചത്തും പോയി. പതിവായി ചെത്തുവാൻ പോകുമ്പോ പനങ്ങളും മോങ്ങാൻ പാടുണ്ടോ? ചങ്ങാതി ചങ്ങാതി നിനക്കിത് കൊള്ളാവോ കൊള്ളാവി? ചങ്ങാതി ചങ്ങാതി
നിനക്കിത് കൊള്ളാമോ ചങ്ങാതി 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 നിനക്കിത് കൊള്ളാമോ ചങ്ങാതി 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 നിനക്കിത് കൊള്ളാമോ നിനക്കിവിടെ ജോലിയൊന്നുമില്ലേ? ഇത് കാണിക്കുന്നത് കാണുന്നില്ലേ? ഞാൻ ഇന്നലെ ആദ്യമായിട്ട് വന്നല്ലേ. അതിട്ട് ഒന്നുണ്ട്. എനിക്ക് ആൾക്കാരൊന്നും എല്ലാ കാര്യത്തിനും മാനേജർ തന്നെ ഓടി വരണോ? അറിയില്ല സാർ, സോറി. അതെ, ഇങ്ങനെ വളരെ മോശമായിട്ടൊന്നും പെരുമാറരുത്. ബാറിനകത്ത് വളരെ ഡീസന്റ് ആയിരിക്കണം. വളരെ മാന്യന്മാരൊക്കെ അപ്പുറത്തിരിപ്പുണ്ട്. മാന്യമായിട്ട് ഒരു ബാറിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ തലയ്ക്ക് വല്ല അതും ഇറക്കി വിടുന്നില്ല. ബാറ് വരുന്ന എന്തിനാണ്? അല്പം അടിക്കാനും എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. പാട്ട് പാടാൻ ബഹളം ഉണ്ടാക്കാൻ നമ്മുടെ ഒരു മനസ്സിലെ സന്തോഷത്തിന് വേണ്ടിയല്ലേ. അവിടെ മാന്യമായിട്ട് ഇങ്ങനെ വരുന്നതിൽ പിന്നെ എന്തെങ്കിലും സുഖം. കാരണം അപ്പുറത്ത് കുറച്ച് പേര് ഇരിപ്പുണ്ടല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് കിഴങ്ങുകള് ബീറിനെ അങ്ങ് സ്നേഹിച്ച കൊല്ലാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓ സാർ, അപ്പുറത്തുണ്ട്. സാർ, സാർ. ആര് ബോയ്, എത്ര വയസ്സായി? 53. എന്റെ അച്ഛനെ 45 ഉള്ളൂ. എന്നിട്ട് നീ ബോയ് എന്നാ മൂത് കണ്ടേ? ഒരു 90 രൂപ വേണം. എങ്കിൽ എനിക്കൊരു 90. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 180 180 രൂപ തരുവാണ്. എനിക്ക് ഒരെണ്ണോട് അടിക്കായിരുന്നു. കൊച്ചിന് ഓടി കിട്ടിയ ട്രോഫിയാന്ന് നോക്കത്തില്ല, മണ്ട അറിഞ്ഞാൻ പൊളിക്കും കേട്ടോ. നാളെ തരാതെ ചുമ്മാന്ന് വരണ്ട, നാളെ പൈസ തരാമല്ലോ. അങ്ങനെ ഓസിനെ അടിച്ചാൽ ഞാൻ എന്റെ പറ്റിന്റെ അടുത്ത് കൊടുക്കേണ്ടി വരും. സാറിന് എത്ര? ആ വെള്ളം ഒരു 90. എനിക്കൊരു 90. സാധനം കൊള്ളാൻ കേട്ടോ. എടാ ഞാൻ കുറെ മുമ്പേ ഞാൻ ചോദിച്ച സാധനം എന്ത് കൊണ്ടിരുന്നേ? ഓ ഉണ്ട് സാർ. മുട്ട മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു സംഭവം ചോദിച്ചായിരുന്നല്ലോ. എനിക്ക് പതിവായിട്ട് തരുന്ന സാധനം ഉണ്ടല്ലോ. നീ പുതിയ ആളായതുകൊണ്ടാണ്. ഓ ഉണ്ട് സാർ. ഇവൻ എനിക്ക് ഇഷ്ടപ്പെടില്ല. 45 വയസ്സായ ബോയ്. അതെങ്ങനെ സാർ ഒന്ന് കാണിച്ചേക്കാവോ സാറ്? ഓ സാറേ, അടിക്കാൻ പോകുന്നുണ്ടായിരുന്നു. വെറൈറ്റി ആയിരിക്കണം ഇത്. മദ്യപാനം പുള്ളി ഞാൻ കണ്ടു മറൈൻ ഡ്രൈവിന്റെ അവിടെ ജ്യൂസ് അടിക്കുന്നത് ഇങ്ങനെ പാലിൽ ഇത് പുതിയൊരു അറിവാണല്ലോ. സോറി സാർ, സോറി. കാര്യം ചോദിച്ചോട്ടെ. ശരി, ഈ സംഭവം ഇതാണ്. മദ്യത്തിനകത്ത് ഈ പാലൊഴിച്ചടിക്കുന്ന സംഭവമാണ് സംഭവം. നമുക്ക് സത്യത്തിൽ ഈ പാൽ എന്തിനുള്ളതാണ്? പാലെന്തിനോ കുടിക്കാൻ. നമുക്ക് ആരോഗ്യത്തിനാണ് പാല്. ഓ, അപ്പൊ പിന്നെ ആരോഗ്യം ഉണ്ടാകാൻ പാല് നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ഈ കട്ടർ അടിക്കുന്നതിന്റെ കാര്യം എന്തുവാ? ആ, അതാണ് അതിന്റെ അടുത്തുള്ള രഹസ്യം. അതായത് ഈ പാല് കുടിച്ചാൽ നമുക്ക് ആരോഗ്യം വരുമല്ലോ. ഈ ആരോഗ്യം വരുമ്പോൾ നമുക്ക് ഈ കള്ളു കുടിക്കുമ്പോ തോന്നും നമുക്ക് ആരെങ്കിലും ഈ ആരോഗ്യം ഒന്ന് പരീക്ഷിച്ചാലോ. അപ്പൊ അതിനൊരു ധൈര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ റം അടിക്കുന്നത്. ശരി, ഞാൻ സമ്മതിച്ചു. അതിനുശേഷം നിങ്ങൾ ഈ മുട്ട കഴിക്കുന്നതിന്റെ കാരണം? മുട്ട കഴിക്കുന്ന നമ്മൾ ഈ ആരോഗ്യം വെച്ച് കഴിഞ്ഞാൽ കണ്ടവന്റെ ദേഹത്ത് ഒരു ആരോഗ്യം കാണിക്കാൻ. അപ്പൊ അവന് നമ്മളെക്കാളെ ആരോഗ്യം ഉണ്ടെങ്കിൽ അവൻ തിരിച്ചിട്ട് നമുക്ക് തേമ്പും. അപ്പൊ നമ്മുടെ ആരോഗ്യത്തിന് ക്ഷതം വെക്കും. അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മുട്ട. വാട്ടമുട്ട അടിക്കുന്നത്. ഇത് ഹലോ, നമസ്കാരം മാഡം. Can you help me? എനിക്ക് നിങ്ങളോട് ആരോട് സംസാരിക്കണ്ട. മാന്യമാരായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് മാത്രം സംസാരിച്ചാൽ മതി. അതെ, ഞങ്ങൾക്ക് എന്താ മാന്യത കുറവ്? ഞാനും മാന്യനാണ്. അയ്യോ, നിങ്ങൾ മൊത്തം വെള്ളമല്ലേ? വെള്ളമാണ്. നീ വന്നോടാ. നീ വന്നേ. അയ്യോ, അപ്പൊ നീ എനിക്ക് ഇതുവരെ തന്നോണ്ടിരുന്ന വെള്ളമാണല്ലേ? അപ്പൊ ഇവിടുത്തെ സാധനത്തിൽ മൊത്തം വെള്ളമല്ലേടാ? നമ്മളെ പറ്റിക്കുമായിരുന്നു. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കള്ളു കുടിച്ച് ലെക്ക് കേട്ട് നിൽക്കുവന്നാ ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞു? അല്ലേ? ഞാൻ നല്ല സ്റ്റഡി ആയിട്ടാണല്ലോ നിൽക്കുന്നത്. എന്നാ കുഴപ്പം? എന്റെ ചേട്ടാ, എന്തിനാ ചേട്ടാ ഇങ്ങനെ കള്ളു കുടിക്കണത്? കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കിട്ടാണ്, എനർജി കിട്ടാൻ വേണ്ടിയാണ്. എന്ത് കിട്ടാൻ? ഉന്മേഷം കിട്ടാൻ. എനർജി. ഉന്മേഷം കിട്ടാനാണെങ്കിൽ വല്ല ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചാ പോരെ? അല്ല, ഉന്മേഷം കിട്ടാൻ വേണ്ടി ചായ കുടിച്ചാൽ മതി. അവരോടും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ടീച്ചറമ്മ പറഞ്ഞു കേട്ടോ, ഉന്മേഷം കിട്ടാൻ ചായ കുടിച്ചാൽ മതി. നീ പറയുന്ന മാന്യന്മാരെന്താ ചെയ്യുന്നറിയോ? നമ്മുടെ പശു ഇല്ലേ, പശു അതിന്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയുള്ളതാണല്ലോ അതിന്റെ പാല്. അത് ഞെക്കിപ്പിഴിഞ്ഞ് അതിന് തേയിലയും പഞ്ചാര ഇട്ട് കുടിക്കാണ്, അതിന് കൊടുക്കാതെ. അതാണ് ഈ മാന്യന്മാര് ചെയ്യുന്നത്.
നേരെ മറിച്ച് ഞങ്ങൾ കുടിയന്മാർ ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്ത്? ഈ പ്രകൃതി നമുക്ക് തരുന്ന ഫ്രൂട്ട്സുകളില്ലേ, പഴവർഗ്ഗങ്ങൾ, അത് വെച്ച് വാറ്റി നല്ല വാറ്റുകാരെ ഉണ്ടാക്കി കഴിക്കുന്ന ഞങ്ങൾ മോശക്കാരും നിങ്ങൾ ചായ കുടിക്കുന്നു. എന്തൊരു വിരോധാഭാസം. പൊന്ന് ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ കുടിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യം. ഇനി നിങ്ങൾ മരിച്ചാലോ? നിങ്ങളിതേ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അവയവം അങ്ങ് ദാനം ചെയ്യും. എന്ത് പ്രയോജനമുണ്ട്? എല്ലാം ഡാമേജ് ആയിരിക്കും. എന്തെങ്കിലും നല്ലതുണ്ടോ ഈ ശരീരത്തിനകത്ത്? എനിക്കൊരെണ്ണം കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്റെ കരലെല്ലാം വീർത്ത് ബീപ്പക്കുറ്റി പോലായി. വെള്ളം പോലും കോരി വെക്കാൻ പറ്റുന്നില്ല. ഹലോ ബോധവൽക്കരണ സിംഹമേ കേട്ടോ, ഞാൻ എന്റെ കണ്ണ് ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അഭിപ്രായമുണ്ട്. അഭിപ്രായമുള്ള കേസാണ്. എന്റെ കണ്ണ് എന്റെ ആശാന്റെ കണ്ണങ്ങ് കുത്തി കീറി കൊടുക്കാശാനെ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. പക്ഷെ വാങ്ങിക്കുന്ന ആളോട് പറയണം, അത് രാവിലെ എണ്ണീച്ച് ഒരു 90 അടിക്കണം, അല്ലെങ്കിൽ അണ്ണന്റെ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചിരിക്കുന്നേ, നിങ്ങൾ ചിരിച്ചോ? ഈ ചിരിയൊക്കെ ഇനി എത്ര നാള്? ഈ കള്ള് കുടിച്ചിട്ട് നിങ്ങൾ എന്താ നേടിയെടുത്തത്? എന്ത് നേടിയെടുത്ത് നിങ്ങള്? കുറച്ച് നേരത്തെ ഒരു സന്തോഷം, അതല്ലാതെ കുറെ കയ്യിലെ കാശും പോയി. ഇതല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഇത് കുറച്ച് നേരത്തെ സന്തോഷം, അത്രേ ഉള്ളു. അടിക്കാത്തവരടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളിത് കഴിക്കുമോ? അത് നിങ്ങളിത് കഴിക്കും? അയ്യേ, ഞങ്ങൾ ഇങ്ങനെ കഴിക്കത്തൊന്നുമില്ല. അപ്പൊ ഇത് കഴിക്കാത്ത ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇത് കഴിച്ചുള്ള ഒരു സുഖം അല്ലേ, ഒരു തരിപ്പ്, അതൊക്കെ അത് കുടിക്കുന്നവർക്കേ അത് അറിയത്തുള്ളൂ. ഇത് കഴിച്ച എന്ത് കിട്ടാനാണ്? എന്ത് കിട്ടാനാണ്? കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കാത്ത ആളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കഴിച്ചത് കൊണ്ട് ഒന്നും നിങ്ങൾ പറയുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഓഹോ, പണ്ടുപോലെ ഞാനൊരു എത്ര നേരം ഞാൻ മിണ്ടാതെ കേട്ടോണ്ട് എന്നെ അത് ഒരു ഇതാക്കരുത്. നിങ്ങളൊക്കെ മേടിച്ച് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ സെറ്റപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 10 മിനിറ്റ് കഴിയുമ്പോ എന്റെ സുഖം എന്താന്ന് മനസ്സിലാവും. ശരി, ഞാൻ ഇത് കഴിച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും എനിക്ക് സംഭവിക്കും. എനിക്കിനി 10 മിനിറ്റ് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമല്ലോ. ഒരു പുതു തലമുറ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ എന്തും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ കള്ളു കുടിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കള്ളുകൂടി നിർത്തണം. അയ്യോ, പറ്റത്തില്ല. അയ്യോ, എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. കള്ളൂടി നിർത്താൻ പറ്റത്തില്ല. എനിക്ക് കള്ളൂടി നിർത്താൻ പറ്റത്തില്ലേ? നീ എന്തായാലും വീട്ടിൽ തന്നെ കാണിക്കുന്നത്? ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാലല്ലേ അവള് പറയുന്നത് ഫിറ്റായില്ലെങ്കിലല്ലേ അവൾ അങ്ങനെ പറയുന്നത് ചെയ്യണ്ട. അങ്ങനെ ഈ സാധനം അടിച്ചാൽ ഫിറ്റാവുമല്ലോ. അടിക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് വെല്ലുവിളി ഏറ്റെടുക്കാം. റെഡി, ഞങ്ങൾ നിർത്താൻ തയ്യാറാണ്. എന്റെ ക്ലാസ്സിൽ അടിക്കാൻ പറയണം. ഈ ക്ലാസ്സിലടി നിങ്ങൾ കുടിച്ച ഈ ഗ്ലാസ്സിലാ? അയ്യേ, പിന്നെ നിങ്ങൾ ആരും കുടിച്ച ഗ്ലാസ്സിൽ ഞാൻ കുടിക്കത്തില്ല. അതും ഈ സാഹചര്യത്തിലും. പിന്നെ നിങ്ങൾ എന്നെ അങ്ങനെ കുടിക്കും? ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് കരുതും. കാരണം എനിക്ക് എപ്പോഴും കോഫി കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ഞാൻ പുറത്തു പോയാൽ ഹോട്ടലിൽ നിന്നൊക്കെ എന്റെ കപ്പ് കൊണ്ട് തന്നെയാണ് കോഫി കുടിക്കാറ്. ഞാൻ കുടിച്ചോളാം. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ കുടിച്ചാൽ നിങ്ങൾ കള്ളു കൂടി നിർത്തണം. 10 മിനിറ്റ് സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ നിർത്തുമല്ലോ. ഓക്കെ, നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ കള്ളുകൂടി നിർത്തും. അത് മതി. ഇതിന്റെ സുഖം എന്താണ്? തലമുറ രക്ഷപ്പെട്ടാ മതി. എനിക്ക് അത്രേ ഉള്ള ആഗ്രഹം. മാറ്റി റൂമ് 116 സാധനം കൊടുത്തായിരുന്നു. 116 അവനെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. എന്തോടാ ഇത്? ചായ കപ്പ? ആർക്ക്? ഒരു കള്ള് പിടിച്ചു കൊടുക്കേണ്ടി വന്നോ? നല്ല പരിചയമുള്ള കപ്പാണല്ലോ ഇത്. കപ്പറാണ് ഇവിടെ വന്നോടാ? അറിയത്തില്ല സാർ, ഞാൻ ഇന്നലെ വന്നില്ല. കപ്പറാണ് ഇവിടെ വന്നോ? അല്ല, കപ്പറാണി നിങ്ങൾക്ക് അറിയില്ലേ? എന്റെ ഇത്രയും കാലത്തെ ബാർ സർവീസിൽ കണ്ട ഏറ്റവും ഉഡായിപ്പ് സ്ത്രീ. അവര് വലിയ മാന്യായിട്ട് വരും, എന്നിട്ട് പറയും ബോധവൽക്കരണമാണ്, നിങ്ങൾ കള്ളു കുടിക്കരുത്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കള്ള് വാങ്ങിച്ചു കുടിക്കും. ഹലോ, മുടിക്കുത്താലിങ്ങി പിടിച്ചു വലിച്ചിങ് കൊണ്ടുപോകും. ബോധവൽക്കരണ റാണി വരണം. നേരത്തെ എത്ര ആട്ടം ഇല്ലായിരുന്നല്ലോ, പെട്ടെന്ന് എങ്ങനെ ഒരു ആട്ടം? പെട്ടെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ എഴുന്നേക്കുമല്ലോ ഇവിടെ. അപ്പൊ ഒരു ഇന്ന് ഇപ്പം എത്ര ബോധവൽക്കരണം കഴിഞ്ഞു? എത്ര ബാറിലെ ബോധവൽക്കരണം കഴിഞ്ഞാണ് ഈ ബാറിലോട്ട് വന്നത്? 1, 3, 6. ഇറങ്ങ ഇവിടെ നിന്ന്, ഇറങ്ങാ. പിടി കപ്പ്. ഇനി മേലിവിടെ കണ്ടുവിടും. ഇറങ്ങി തന്നാ പോവാ. ഇതിപ്പോ പുറത്ത് കൈവയ്ക്കാനും പറ്റത്തില്ല. ഇത് പറഞ്ഞു വിടാ. അല്ല മേഡം പ്ലീസ് ഇറങ്ങും.
ബോധവൽക്കരണം കപ്പോർത്ത് പോയി പറഞ്ഞു വിടറാ. അയ്യോ കേറ്റ് 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 ഞാൻ എന്റെ കരളെല്ലാം ഊരി കൊടുത്തിരുന്നല്ലോ. അത് കൊള്ളാം കേട്ടോ. ഐഡിയ ഐഡിയ ഫണ്ടാസ്റ്റിക് ഐഡിയ. ചങ്ങാതി ഈ സ്ത്രീകൾ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ ഭാവി ശരിയാകത്തില്ല. എവിടെ കാണത്തില്ല, നോക്കട്ടെ. പറ്റിയാണ് അവിടെ എല്ലാം പൊട്ടിയിരിക്കുന്നത്. ഇന്നലെ മൊബൈലിൽ ചാറ്റ് ചെയ്തോണ്ടിരുന്ന പൊട്ടിത്തെറിച്ചത്. മാട്ട ഫോണൊക്കെ മേടിച്ചാ അങ്ങനെ പൊട്ടിത്തെറിക്കും. ഫോണല്ലല്ലോ പൊട്ടിത്തെറിച്ച, പിന്നെ പെണ്ണും പിള്ളേല്ലേ പൊട്ടിത്തെറിച്ച. കയ്യിരുന്ന് സാധനം എടുത്ത് മണ്ടയിലടിച്ചു തന്നെ എന്നെ ഉപദ്രവോടെ. സത്യം പറയാല്ല, മീശയെ വെച്ചോണ്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയോ? ഇതിനപ്പുറം അനുഭവിക്കുന്നവനെ ഞാൻ ആരോടെങ്കിലും ഒരു അച്ഛനും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ചെന്ന് കയറുമ്പോ എന്നെ എന്റെ പെണ്ണുപിള്ള വലിച്ചോണ്ട് നടക്കുക അടുക്കള വഴി. എന്റെ പിള്ളേരെന്നെ തല്ലാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്കറിയാൻ മേലാത്ത. ശീലിപ്പിച്ചുകൊണ്ടാണ് ഞാൻ 2 ദിവസം പണിക്ക് പോകുന്നത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഇരുന്ന് കള്ളു കുടിച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്നതിന് ഇപ്പൊ തെറ്റല്ല. ഞാൻ പണി കഴിഞ്ഞ് വീട്ടിൽ വരാൻ നേരത്തെ എന്റെ പിള്ളേരും എല്ലാം കഴിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എടുത്ത് ഊരെ കളയോ. അതിനകത്ത് ഇപ്പൊ തെറ്റല്ല. പരിഹാരം ഞങ്ങൾ പിടിച്ചിട്ടാണ് നിനക്കറിയാവോ? ഈ പ്രണവത നിർത്തണം. പ്രണവത നിർത്തണം. ഇല്ല, ഞാൻ സ്ത്രീകൾ നമ്മളെ ആക്ഷേപിക്കുന്ന ഈ പരിപാടി നിർത്തണം. നമ്മൾ പറഞ്ഞാൽ കേൾക്കണം. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഇന്നൊരു സത്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് വായിച്ചേ. എല്ലാരും എഴുന്നേറ്റിരിക്കണം. പെണ്ണുപിള്ളേരുമ്പോ നീ ഒന്ന് ഷൈൻ ചെയ്യണം. കുറെ നേരത്തെ അവിടെ തന്നെത്താൻ അങ്ങ് ഇരിക്കുക. നമ്മൾ ഇങ്ങോട്ടൊരു പ്രതിജ്ഞ എടുക്കാൻ പോവാണ്. കൈ നീട്ടി പിടിക്കുക. മദ്യപാനിയായ ഞാൻ സൂര്യ ബാറിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യുന്നു. ഇന്നു മുതൽ ഞാൻ എന്റെ ഭാര്യയെ പേടിക്കുകയോ അവളുടെ ചൊൽപ്പടിയിൽ നിൽക്കുകയോ കള്ളു കുടിച്ച് മൂത്തവളുടെ മുന്നിൽ ചെല്ലുമ്പം നമ്മളോട് കണകൊണ പറഞ്ഞാൽ അവിടെ പല്ലടിച്ച് താഴെ ഇടുമെന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. അവളുടെ പല്ലടിച്ച് താഴെ അതാണ് സത്യം സത്യം സത്യം. അടുത്ത് പൊളിക്കാൻ കൊണ്ടോ. ഹലോ എന്ത് ഹലോ, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടെന്നറിയോ? എന്ത് ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് പ്രയോജനമല്ലേ? ഞങ്ങളിവിടെ പ്രയോജനം മനസ്സിന് മനസ്സമാനല്ല, പച്ച തെറിയാണ് ഒരു സ്ത്രീ ഫോണിൽ കൂടി വിളിക്കുന്നത്. അതൊന്നുമല്ല, നിങ്ങളുടെ ആരുടെ ഒരാളുടെ ഭാര്യയാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങളുടെ ആരുടെ ഒരാൾ ഭാര്യ എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിച്ചിട്ട് പറയുന്നു ഭർത്താവ് ഇവിടെ കള്ളു കുടിച്ചോണ്ടിരിക്കുന്നു, എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ലാൻ. ഞാൻ അവരുടെ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ്, അത് പറയത്തില്ല. ഭർത്താവിന്റെ പേരെന്താണ്, അത് പറയുന്നതിന് മുമ്പ് അവർ ഫോൺ കട്ട് ചെയ്തു. തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല. ശരിക്കും എന്നെ പറഞ്ഞ എനിക്ക് അതാ കിട്ടാതെ. എടോ, എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്നു ഭർത്താവ് ഉണ്ടെങ്കിൽ പറഞ്ഞു വിടാൻ. അരമണിക്കൂറിനകം ഭർത്താവ് ഇവിടെ നിന്ന് വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവർ ടാക്സി പിടിച്ച് ഇവിടെ വന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി കയ്യും കാലും തല്ലി ഒടിച്ച് വീട്ടിൽ ഇടുമെന്ന്. പിന്നെ അതൊന്ന് കാണണമല്ലോ. ഞാൻ ഇവിടെ നിന്നവന്മാരെല്ലാം അവരെല്ലാം പോയി, അത്രേ ഉള്ളൂ അവന്റെ ഒക്കെ ധൈര്യം. അമ്മ കിടന്ന് വളവള സംസാരിക്കാൻ എന്തൊരു പ്രകൃതി വരുന്ന അവന്മാര്. ഇവിടെ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ എല്ലാവരും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി സ്ത്രീ ഭാര്യയെ പേടിക്കരുതെന്ന് എന്റെ കൂടെ നിന്ന് പറഞ്ഞ് ആണയിട്ട് പറഞ്ഞവന്മാരല്ലേ അവന്മാര്. അത്രയൊക്കെ ഉള്ളു അവന്റെ കാണത്തും. ഇവരൊക്കെ നാണമുള്ളടാ, സ്വന്തം ഭാര്യയെ പേടിക്കുന്നു. ആണത്തമില്ലാന്മാര്. എന്റെ കൂട്ടുകാരാ, ഇതൊക്കെ കള്ളിന്റെ ധൈര്യത്തിൽ പറയുന്നില്ലേ? കള്ളിന്റെ കെട്ടിറങ്ങുമ്പോ അവന്റെ ഒക്കെ ധൈര്യവും തീരും. അത്രയുള്ള കാര്യം. അനിയ ആ ഫോൺ ചെയ്ത പെണ്ണുമ്പോൾ സത്യത്തിൽ എന്താണ് പറഞ്ഞത്? എന്റെ പൊന്നു ചേട്ടാ, എന്നെ കുറെ പച്ച തെറി വിളിച്ചിട്ട് പറയുകയാണ് അവരുടെ ഭർത്താവ് ഇവിടുന്ന് കള്ളു പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്, എത്രയും വേഗം ഭർത്താവിനെ പിടിച്ച് വീട്ടിൽ വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് ടാക്സി പിടിച്ചോണ്ട് പോയി ഭർത്താവിനെ വീട്ടിൽ കൊണ്ടുവന്ന് കയ്യും കാലും തല്ലി പിടിച്ച് വീട്ടിലിടും. അങ്ങനെ എന്നാ പിന്നെ വീട്ടിൽ പോകാം അല്ലേ? അത് ഉയിര് കിടന്നാൽ നാളെയും കുടിക്കാമല്ലോ. അതും പോയാ അപ്പൊ നമുക്കിനി താര വിളയാട്ടത്തിലേക്ക് കടക്കാം. ഇന്നത്തെ താരം വിനോദ് പേടകം. ഹായ്, നമസ്കാരം. വെൽക്കം. പേടകം, അതെ, കാസർഗോഡ് അല്ലേ? കാസർഗോഡ് ജില്ലയിലെ വേഴടുക്ക പഞ്ചായത്തിലെ ചക്കപ്പീലി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എന്താ ഗ്രാമത്തിന്റെ പേര്? ചക്കപ്പീലി. ചക്കപ്പീലി. യെസ്. ഓക്കെ, എന്തൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത്?
ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് തകിലാണ്. തകില്. ഓക്കെ, അപ്പൊ തകിലങ്ങ് തുടങ്ങാം. തകിലങ്ങ് തുടങ്ങാം. ഓക്കെ, ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. സൂപ്പർ. ഓക്കെ. ഇനി എന്താണ്? നമ്മൾ നാട്ടിൻപുറങ്ങളിൽ മരം മുറിക്കുന്നത് യന്ത്രം ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറം കാട് വെട്ടുന്നതും യന്ത്രം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമുക്കിനി താര വിളയാട്ടത്തിലേക്ക് കിടക്കാം. കിടക്കാം. ഇനിയുള്ള നമ്മുടെ താരങ്ങളുടെ ശബ്ദങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, തുടങ്ങാം. ആദ്യമായിട്ട് നമ്മുടെ അരിസ്റ്റോ സുരേഷ് ഏട്ടൻ്റെ പാട്ട്. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ, മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ, എന്തിന്നു പെണ്ണ് നിനക്കിന്നു പിണക്കം നീ എൻ്റെ കരളല്ലേ, രാവിൻ്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീയല്ലോ കനവാകേ, പകലിൻ്റെ മടിയിൽ വീണുറങ്ങും രാവത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ, മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും, മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ, താനെ തന്നെ തന്നാനെ താനന്നെ താനെ തന്നെ തന്നാനെ താനന്നെ. അയ്യോ സാറേ ഭയങ്കര ചൊറിച്ചില സാറേ, ഇനി വരുമ്പോൾ ഞാൻ 2 ഷഡ്ഡി ഇട്ടോളാം. അയ്യോ. അടുത്തത് മജീഷ്യൻ മുതുകാട്. നമസ്കാരം ഗോപിക, ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. നാം എത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതല്ല, നേരെ മറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അരുതാത്തതിനോട് നോ എന്ന് പറയാൻ ശീലിക്കണം. അതാണ് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത്. റൈറ്റ്? അടുത്തതായി നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ. പണ്ട് കാലങ്ങളിൽ ഈ കേരളത്തിൽ ഈ മിമിക്രിക്കാരെ കാണണമെങ്കിൽ ഏതെങ്കിലും പൂരപ്പറമ്പിലോ ഉത്സവപ്പറമ്പിലോ പോകണം. നാദൃശ്യപ്പുള്ള ആളുകളെ കാണാൻ പറ്റും. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് മിമിക്രിക്കാരെ കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോ എടുത്ത് നോക്കിയ മിമിക്രിക്കാരുടെ താരനിര അങ്ങ് നീണ്ടു കിടക്കുകയാണ്. ഈ ഷോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതേ ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ. അപ്പൊ നമുക്ക് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളെല്ലാം ഫിനിഷ് ആയി അല്ലേ? ഇനി ഞങ്ങൾ അങ്ങോട്ട് തരുന്ന കുറച്ച് ടാസ്കുകളാണ്. റെഡി അല്ലേ? റെഡി. അപ്പോ ഇക്ക ജേട്ടാ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് താര തിരുമറിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ താര തിരുമറിയിലെ വോയിസ് കേൾക്കാം. യെസ്, റെഡി. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு உன் ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். ഈ ഡയലോഗ് നമ്മുടെ പൊന്നമ്മ ചേച്ചി, കവിയൂർ പൊന്നമ്മ ചേച്ചി പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നാണ് അല്ലെ വിനോദേട്ടൻ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സില് അതെ അതെ വേറെ ഒന്നും കണ്ടില്ല അല്ലേ. ഇതൊരു ഫണ്ണായിട്ട് അങ്ങ് എടുത്താൽ മതി. ഓക്കെ, റെഡി. മോനെ ഉണ്ണി, ഞാൻ പോണ്ടേ? അതെന്താ പോയാല്? ഞാനിന്ന് രാവിലെ പറഞ്ഞതാണല്ലോ അല്ലിക്ക് ആഭരണം എടുക്കാൻ കൂടെ പോണോന്ന്. പോണ്ടേ? അതെന്താ ഇപ്പോഴും മനമാറ്റം? വിടമാട്ട നീ ഇങ്ങിരുന്ന് എന്നെ എങ്കേയും പോക വിടമാട്ട.
അയോഗ്യ നായ, നിന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് ഓങ്കാര നടനം ആടുവേ ഉണ്ണി. ആ ഉണ്ണി കൊണ്ടുവരണേന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ജാഫ്രിക്ക ഇത്രയും നേരം കാണിച്ച പെർഫോമൻസിനെ കാട്ടിലും നമ്മൾ ഈ കൊടുത്ത സർപ്രൈസ് എലമെന്റ് അല്ലേ കൂടുതൽ നന്നായിരുന്നത്. ആ ഉണ്ണി വരാത്ത ആ ഉണ്ണി വേണം ചേച്ചി പറയുമ്പോ. ജാഫ്രിക്ക എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അടിപൊളി. പിന്നെ അത് മനോഹരമല്ലേ. എനിക്ക് വേറെ കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, നമ്മൾ ചോദിച്ചിട്ട് പറയാം. ആ സ്ഥലപ്പേരെന്ന് പറഞ്ഞേ? ചക്കപ്പീലി. ചക്കപ്പീലി. അവിടുത്തെ കുറെ പേരുകൾക്ക്, സ്ഥലപ്പേരുകൾക്ക് നമ്മൾ കേൾക്കാത്ത ഇക്ക, ഈ കുണ്ടംകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഓട്ടോ ഓടിക്കുന്നത്. കുണ്ടംകുഴിയിലെ ഓട്ടോ ഡ്രൈവർമാർ എല്ലാവരും സപ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകം എല്ലാവരോടും ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഞാൻ 10 കൊല്ലം ഓട്ടോറിക്ഷ ഓടിച്ചു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹായ്. ഞാൻ കുറെ കാലം ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത്, അതുകൊണ്ട് എൻ്റെ വക. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു അവിടുന്ന് ആ ഭാഗത്തുനിന്ന് ഈ സൗണ്ട്സ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സൗണ്ട്സ് ചെയ്യുന്ന ശാരംഗധരൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അറിയാം നിങ്ങളുടെ? ശാരംഗധരൻ. അതായത് ഇത് ഈ കട്ട് ചെയ്യുന്നത്, പിന്നെ ഗ്രൈൻഡിങ് മെഷീൻ, ഇങ്ങനെയുള്ള ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വോയിസ് ചെയ്യുന്ന കുറെ പൈപ്പ് കട്ട് ചെയ്യുന്നത്, ഇതൊക്കെ അങ്ങനെ അവിടെ നിന്ന് വരുന്ന അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ മത്സരവേദികളിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നതും പ്രൈസ് കിട്ടുന്നതും അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇത്തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ എടുത്ത് വന്നതിൻ്റെ ഒരു ആ ഒരു മെച്യൂരിറ്റി പ്രകടനത്തിലുണ്ട്. നന്നായിരുന്നു. ടോട്ടലി കേട്ടോ. വളരെ ഗംഭീരമായിരുന്നു. എനിക്ക് ആ മരം മുറിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, ഇത്ര ഇറിറ്റേഷൻ. ഒന്നുകൂടെ എടുത്ത ആ ശബ്ദം എങ്ങനെ? ഓ, ഇത് സാധനത്തിന്റെ ശബ്ദം ആദ്യമായിട്ടാണ് ഇഷ്ടമില്ലാത്തൊരു ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കട്ടെ. അതെ അതെ. അപ്പൊ ഞാൻ അതൊന്ന് ഓർത്തെടുക്കാനായിരുന്നു. വളരെ ഗംഭീരായിരുന്നു അത്. പിന്നെ എല്ലാം നന്നായി. കവിയൂർ പൊന്നമ്മ ചേച്ചിക്ക് കിടക്കി എല്ലാം നന്നായി. അപ്പൊ ജാഫ്രിക്ക ഇത്രയും നമ്മൾ സംസാരിച്ചതിലേക്ക് ജാഫ്രിക്ക തന്നെ വിനോദേട്ടന് നമുക്കിന്ന് ഗിഫ്റ്റ് കൊടുത്തേക്കാം. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ബ്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് നൽകുന്ന മറ്റൊരു. അപ്പോ ഇന്നത്തെ താരവിളയാട്ടം സെഗ്മെന്റ് കഴിഞ്ഞു. ഒരു ഷോർട്ട് ബ്രേക്ക്, തിരിച്ചു വരാം. അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന്. ടെൻഷൻ ഞാൻ ഇവിടെ ഉണ്ട്. 18-ാം തീയതി ഒരു ദിവസമുണ്ട്, കൃത്യമായിട്ട് സാധനം അമ്പലത്തിൽ എത്തിയിരിക്കും. 18 രാവിലെ. ആശാൻ ഉൾപ്പെടെ അവിടെ ആളെത്തുമല്ലോ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ലാത്തിരി, പൂത്തിരി, കമ്പിപ്പൂത്തിരി, കമ്പം, തേനി, ഊട്ടി, പളനി, അതുവഴി നമ്മൾ മണ്ടക്കാട്ട് പോയിട്ട് അച്ഛൻ കോവിലും തൊടുത്തിട്ട് പ്ലാനാണ്. അല്ലല്ലോ അതിവിടെ. അപ്പൊ ഈ ഇത്ര സാധനങ്ങളെല്ലാം അവിടെ എത്തിയിരിക്കും കേട്ടോ. ശരി ശരി. പൂരം കൃത്യമായി നടക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ സാമ്പട്ടിൽ പണിയാനാണ് ഇവിടെ ഇരിക്കുന്നത്. നാട്ടിൽ തെരുവിളിക്കാൻ മനസ്സിലാവുന്ന അന്തസാരി പണിയാ കേട്ടോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നോക്ക്, നമ്മൾ ഇവിടെ ഈ അത്തപ്പൂക്കളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ല, മനസ്സിലായ? പടക്കം കൊണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളും സ്പീഡിൽ ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അണ്ണ ഒരു കാര്യം ചെയ്യും, അവരെ ഇങ്ങോട്ട് വിളി, എന്നിട്ട് ഉണ്ടാക്കാൻ പറ. നമ്മളെ കൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റില്ല, ഞാൻ പോണ്. കരളേ നിൻ കൈ പിടി പണങ്ങിയോ കടലോളം വെണ്ണിലാവ്. ഈ സ്ഥാപനത്തിന് ഐശ്വര്യ ശാന്ത. അങ്ങനെ ഒരു ബോർഡിൽ നിൽക്കാൻ പോവാ. ഈ സ്ഥാപനത്തിന് ഐശ്വര്യ ശാന്ത. ചുമ്മാ പോ. സത്യം. ഇങ്ങനെ പണങ്ങി പോയാലോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്? നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ പോണോ? നേരത്തെ പണം വെക്കോ. പക്ഷെ പണം തീർത്തിട്ട് പണം പോവാൻ. കുടുംബമൊക്കെ എങ്ങനെ സുഖമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ? എന്റെ കുടുംബമൊക്കെ സുഖമായിട്ട് തന്നെ പോണ്. രായണന്റെ കുടുംബത്തിലല്ലേ കുഴപ്പങ്ങള്? എന്റെ കുടുംബത്തിൽ കുഴപ്പം ഒരു കുഴപ്പമില്ല. ഞാൻ അറിഞ്ഞായിരുന്നു ഭാര്യ പിണങ്ങി പോയെന്ന്. എന്റെ പെണ്ണുമ്പളെ അണ്ണാ എന്തിനു നിന്റെ കെട്ടിയോയി ഒരു സ്ഥാപനം തുടങ്ങുമ്പോ നിന്റെ പേരിട്ടാൽ നിനക്ക് സന്തോഷമാണോ സങ്കടമാണോ? സന്തോഷം തന്നെ ആണല്ലോ. ഞാനൊരു സ്ഥാപനം തുടങ്ങിയപ്പോ എന്റെ പെണ്ണുമ്പിള്ളേരെ പേരിട്ടു. അത് അവർക്ക് സങ്കടമായി, അവൾ ഇറങ്ങിപ്പോയി. അതെന്തൊരു സ്ഥാപനം? പടക്കട, അംബിക പടക്കം.
അവരവിടെ പോകാൻ പറ്റുമോ? അണ്ണ ഇത് ഒളിച്ചിറങ്ങണേ അയ്യോ അങ്ങ് വയ്യ അങ്ങ് തീരെ അങ്ങ് വയ്യ അങ്ങ് എന്താണ് എന്ത് നിനക്കെന്ത് കുഴപ്പം? ഞാൻ ഇത്തിരി രായണനോട് സംസാരിക്കണേല് നിനക്കെന്തൊരു കുഴപ്പം? അല്ല ഇത്രയും നേരം അവിടെ അല്ലായിരുന്നില്ല ഇവിടെ രണ്ടെണ്ണോ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും മൂർക്കനും നിൽക്കുന്നവർക്ക് അങ്ങോട്ട് കൊത്തലായിരുന്നില്ലേ? ആ ഞാൻ രായണന് ഇങ്ങനെയൊക്കെ തന്നെ ചിലപ്പോ കൊത്തും ചിലപ്പോ ഈ നിനക്കെന്ത് എന്തെങ്കിലും പറഞ്ഞെങ്കിലും ഒറ്റ ചവിട്ട് തന്നാ ഓണം പോണക്ക് അപ്പുറത്തെ വളയെ പോയി കിടന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാം നിന്നെ ഇപ്പൊ ചവിട്ടി അങ്ങോട്ട് പുറത്താക്കാൻ. ശാന്തേ നീ പേടിക്കണ്ട, നിനക്ക് ഞാനുള്ള എനിക്ക് എന്ത് കൊടുക്കാനാടാ? മോനെ എന്നിട്ട് നേരെ ഇരിക്ക്. രമണി ശാന്തമാ ഇവിടെ ഇരി. നിങ്ങൾ എന്നെ വിളിക്കുമെന്ന് അറിയാൻ തന്നെ ഞാൻ നോക്കി. ഇരി. ഒരു ബിസിനസ്സുകാരൻ സ്ഥാപനം തുടങ്ങുമ്പോ പൊട്ടല്ലേ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഞാൻ പൊട്ടണേശ്വര എന്ന് പറഞ്ഞാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. എന്തിനാണ്? ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി. നിങ്ങളിങ്ങനെ തമ്മി തല്ല ഈ കട പൂട്ടും, ഞാൻ പോടാം പ്ലീസ്. മുതലാളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ പോലുള്ള ഒരു സൗന്ദര്യമുള്ളൊരു പെണ്ണിനെയും മുതലാളി നോക്കുന്നു എന്നുള്ളത് അവക്കൊരു സംശയം കാണും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഒരു ഇത് നിങ്ങൾ ഈ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ദയവ് ചെയ്ത് പണി നടക്കങ്ങോട്ട്. നടക്കട്ടെ. നിങ്ങൾ പെട്ടെന്ന് പണി നടക്കും പറഞ്ഞിട്ട് ഇവിടെ കരിമരുന്നില്ല. പിന്നെ ആയിരിക്കുന്ന എന്താടാ? അത് ഉമിക്കരിയില്ല. എടാ ഒരു പിടി കരിമരുന്ന് ഇടുമ്പോ 5 പിടി ഉമിക്കരി, 5 പിടി തേയിലപ്പൊടി, ഈ സാധനം മിക്സ് ചെയ്യുക. അങ്ങനെ മായം ചേർത്ത് ഉണ്ടാക്കിയാൽ മതിയടാ. മതി. അണ്ണാ ഞാൻ കുറച്ചു നേരം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. നീ അവിടെ ഇരുന്നോ? അതല്ല അച്ഛൻ പറഞ്ഞിട്ട് വന്നേ. പള്ളിയിലച്ഛനല്ല, എന്റെ അച്ഛൻ ദിവാരൻ. ദിവാരന്റെ മോയ്. ഇത് നമ്മുടെ വലിയ ദിവാരന്റെ മോയ്. എന്റെ പൊന്നെ, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കിടന്ന് വിരവി പടക്കം ഉണ്ടാക്കി. എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ജോലിക്ക് വരാൻ പറഞ്ഞു. ഇവിടുത്തെ ജോലി ചെയ്യാനോണ്ട് കുഴപ്പമൊന്നുമില്ല മോനെ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഈ നിലയമിട്ട് പൊട്ടിക്കുന്ന ഒരു ആശാനുണ്ടേ, ആശാൻ ഇപ്പൊ ചെവി കേട്ടൂടാ. അപ്പൊ അദ്ദേഹത്തിന് പകരം നിലയമിട്ട് പൊട്ടിക്കാൻ ഒരാൾ വേണമായിരുന്നു. ഞാൻ പണിക്ക് പ്രവേശിക്കട്ടെ. കേറിക്കോട്ടോ, പലതലിച്ച് കയറിക്കോ, ഐശ്വര്യമായിട്ട് കയറിക്കോ. ഒരു തീപ്പെട്ടി തരാവോ? തീപ്പെട്ടി. നിനക്കെന്താ തീപ്പെട്ടി? അയ്യോ ഒരു വീഡിയോ എടുക്കാനല്ല, ഒരു പണിക്ക് കയറുമല്ലോ. അപ്പൊ ഒരു ചന്ദനത്തിരിയെ കത്തിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചിട്ട് കയറാം. പടക്കപ്പരയ്ക്ക് തെളി കൊടുത്താൽ നടത്തി ആരെങ്കിലും ചെയ്യണത്. നീ നേരത്തെ എവിടെയാണ് ജോലിക്ക് പോയത്? നേരത്തെ ഞാൻ പെട്രോൾ പമ്പില്. അവിടെ എന്താ വരാൻ കാര്യം? അപ്പൊ നമ്മൾ അറിയാലോ, പെട്രോൾ പമ്പ് ആകുമ്പോൾ ഒരുപാട് വണ്ടികൾ കൊണ്ട് നിർത്തും. അപ്പോഴത്തേക്ക് ഇവര് ആ സമയത്ത് കറണ്ട് അങ്ങ് പോയി. ഈ കറണ്ട് പോയ സമയത്ത് ഏത് വണ്ടിക്ക് അടിച്ചു കൊടുക്കുന്നത് അറിയേണ്ട എണ്ണ അറിയണം. അതിനുവേണ്ടി ഒരു മെഴുകുതിരി എത്തിച്ചു വെച്ചു. ഉത്തരവാദിത്വം കൂടിയാനുള്ള വിഷയമാണ് അതൊക്കെ. അതുകൊണ്ട് ആ ജോലി പോയില്ലേ? അതുകൊണ്ട് ആ ജോലി പോയി. ഇവിടുത്തെ ജോലി പോണോ? വേണ്ട. തീപ്പെട്ടിയത് കാര്യം നീ മറന്നേക്കണം. അതെ, തീയെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. ഇല്ലില്ല, അല്ല തീ ഉണ്ടെങ്കിലല്ലേ ഇത് മേളിലോട്ട് പൊങ്ങി. അത് പിന്നീട് ആണോ? അത് ഇവിടെ അത് വേണ്ട. അല്ല ഞാൻ ചോദിക്കട്ടെ, എന്നെ പണി പഠിപ്പിക്കാൻ പോണത് ആരാ? ഈ ചേച്ചിയാണോ? ഈ ചേച്ചിയുമല്ല, ആ ചേച്ചിയുമല്ല, ആ മാമനുമല്ല, പിന്നെ വേറൊരു അപ്പം വരും. എന്തിന്? ആശാനേ സാധനം കൊണ്ട് വിളിച്ചോന്നെ. നമുക്ക് വേണ്ടപ്പെട്ട ദിവാരനന്റെ മോനാണവൻ. അതുകൊണ്ട് ആശാന് ശേഷം ഇനി ഇവനാണ്. ഇവനൊന്ന് പഠിപ്പിക്കണം. അനന്തപത്രത്തിലെ ദിഗംബരനാണോ? ചെവി കേട്ടൂടാ. ഞാൻ നിന്നെ എന്താ പഠിപ്പിക്കേണ്ടത്? മറ്റേ കമ്പം മേളിലോട്ട് പൊട്ടത്തില്ലേ? എങ്ങനെ തിരി കൊടുത്താം? അതെ, തിരി കൊടുത്തുന്നത് അത് പഠിപ്പിക്കാം. എന്റെ കൂടെ കണ്ടുപിടിച്ച് നിന്നോണം. ആണാ? ഇത് നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? സാഹസികനാ. പെട്രോൾ പമ്പ് കത്തിച്ചാളാ. കത്തിക്കാൻ തുടങ്ങി. ഭവിഷ്യമായിട്ട് ഒരു ഗുണ്ടെടുത്തോണ്ട് വാ. അയ്യോ ഞാനത് കഴിച്ചിട്ട് വന്നേ. അതുമല്ല എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ പറഞ്ഞോട്ടെ. പഴകുണ്ടല്ല, ഗുണ്ട് ചെറുത് തുടങ്ങാമല്ലേ? ചെറുതിൽ തുടങ്ങാമല്ലേ? ചെറുത് പിടിക്കാം. അവിടെ കൊണ്ടുവെക്കാം. ആശാൻ പറഞ്ഞു തരും. ഇവിടെ വെക്കല്ലേ? കമ്പിത്തിരി നീ ഇവിടെ കണ്ടു പഠിച്ചോ? അല്ലെങ്കിൽ നീ കമ്പിത്തിരി ഉണ്ടാക്കേണ്ടിരിക്കേണ്ടി വരും. ആദ്യം നമ്മൾ ചൂട്ടേട്ട് എടുത്ത് ഒരു 3 വീശാന്ന് വീശണം. ഇങ്ങനെ തന്നെ വീശണം അതോ അടങ്ങി കെട്ടുപോകാതെ നല്ല പോലെ അങ്ങോട്ട് വീശുക. എന്നിട്ട് കുണ്ടിരിക്കുന്നിടത്ത് ചെല്ലുക. എന്നിട്ട് ചുറ്റും ഒന്ന് നോക്കണം. അതിന് ചുറ്റും നോക്കണം. മനുഷ്യൻ ആരെങ്കിലും അടുത്ത് പോണെങ്കിൽ അപ്പുറത്ത് എല്ലാം പോലെയുള്ളത് പറയണം. എന്നിട്ട് ഇവനെ അങ്ങോട്ട് ഈശ്വര ധാനിച്ച് തൊട്ട് എഴുതിട്ട് ഒരു 3 ഊതു ഊതിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓട്ടം
അത് കത്തിയില്ലല്ലോ അതിന്. അതിന്റെ അടുത്ത് പോലും പോയില്ല. അതിന് മുമ്പ് എന്ത് ഈ കാണിക്കുന്നത്? കത്തിയില്ല. അത് ഇവിടം വരെ വന്നോളൂ. അവിടെ വരെ വന്നോളൂ. ആരുമില്ല. അപ്പൊ ഇങ്ങനെ വീശിട്ടെ ഇതെന്താ ഇങ്ങനെ നടന്ന് ഓടാനാണോ എന്നെ ഇതിനെ പഠിപ്പിച്ചത്? അല്ലാതെ അങ്ങോട്ട് ഓടാം ഇങ്ങോട്ട് ഓടാം, അങ്ങനെ ഓരോ ദിശയിലേക്ക് ഓടാൻ, വടക്ക് തെക്ക് അങ്ങനെ. അല്ല ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് ആശാൻ ഇത് അതിനകത്ത് കത്തിക്കണ്ടേ? ഇത് അതിനെ തൊട്ടത് പോലും ഇല്ലല്ലോ. ഇതെല്ലാം ഇങ്ങനെയാണ്. നമ്മൾ ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. അല്ല ചെന്നോണ്ട പൊട്ടിയാ നിക്കല്ലേ മോനെ. അങ്ങനല്ലേ ഇങ്ങനെ വെച്ച് നടന്നില്ലേ? ഗുരുത്തം വേണം, ഗുരുത്തം. ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ ഓടി. എന്തോ ഈ കാണിക്കുന്നത്? അറിവിടില്ല, കുഴപ്പമില്ല. അറിഞ്ഞൂടോ പിള്ളേരല്ലേ? ഇതാണ് സംഭവം. അതല്ലാതെ കത്തിച്ച് വെച്ചിട്ട് അതിന്റെ മുമ്പ് പോയി കത്തിയാന്ന് നോക്കിയാലുണ്ടല്ലോ നീ അങ്ങ് മോളിൽ പോകും. 6 സെക്കൻഡ് കൊണ്ട് കേട്ടാ. പിന്നെ ഒരു കാര്യം, ഈ ഗുണ്ട് പൊട്ടിക്കുമ്പോ ചെവി പോയിട്ടൊന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായി. ആശാന്റെ ചെവി അങ്ങനെയാ പോയത്. അല്ലല്ല, എന്റെ ചെവി അങ്ങനെയല്ല പോയത്. എന്റെ ചെവി പോയത് 2 അടിച്ചിട്ട് ഞാൻ ഒരു ചായ കുടിക്കാൻ ചെന്ന. ചായ തന്നു കുടിച്ചു കഴിഞ്ഞപ്പോ അലമാരിക്കകത്ത് സമൂസ ഇരിക്കുന്നു. അമ്മമാര് സമൂസ വന്നു. ഞാൻ അവരുടെ അച്ഛന്റെ ഫോട്ടോയിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കത്തിച്ചിട്ട് നേരെ എടുത്ത് ഒറ്റ കയറാ സമൂസ ഓലപ്പട പോകാന്ന് പറഞ്ഞു. ഇങ്ങനെ പിടിച്ചൊരു അടി എന്റെ ചെവിക്കലുണ്ട്. 2 പൊട്ടിപ്പോയി. അങ്ങനെ കേൾവി പോയത്. ഹലോ, എങ്ങനെയുണ്ടാ? വൈകുന്നേരല്ലേ പൂരം? കത്തിയാ? അല്ല നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വരണെന്തിനാ? ഞാൻ ഇവിടെ തന്നെ കാണും. ഇറങ്ങി ഓടിണ്ടാ, ഇറങ്ങി ഓടി. നമ്മള് ഇന്ന് പൂരത്തിന് പട കൊടുത്തില്ലായിരുന്ന അവിടെ കമ്പപ്പര നിന്ന് കത്തിയെന്ന്. എല്ലാരും ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ കമ്പപ്പരക്ക് തീ കൊളുത്തിന്നല്ലേ പറഞ്ഞത്? നമ്മൾ ഇവിടുന്ന് പടക്കം എല്ലാം കൂടെ കൊടുത്തു. 10 ലക്ഷം രൂപ പടക്കം കൊടുത്തുവിട്ട് 10 ലക്ഷം രൂപയുടെ പടക്കം കൊടുത്തുവിട്ട് നമ്മൾ കൊടുത്തുവിട്ട് അവരത് അവിടെ കൊണ്ട് വെച്ചു. കമ്പപ്പരക്ക് തീ പിടിച്ചു. ഈ കമ്പപ്പരക്ക് തീ പിടിച്ച എന്തുകൊണ്ടാ? അവരുടെ ശ്രദ്ധ കുറവുണ്ട്. അതിന് നമ്മൾ എന്തിനു ഓടണം? അത് ശരിയല്ലേ ചെറുപ്പം പറയുന്നത്? അത് ശരിയല്ലേ? തെറ്റില്ല. എന്തായാലും ചെറുക്കന്റെ തല ബുദ്ധിയുണ്ട് കേട്ടാ. നീ വന്നാടാ, ചോദിച്ചിട്ട് ബാക്കി വരുന്നണ്ണ, ഞാനുണ്ടെണ്ണ. ഇങ്ങോട്ട് വാ. ന്യായം ചോദിച്ചു അങ്ങോട്ട്. 3 പൊട്ടി നിങ്ങൾ പൊട്ടിച്ചു. ഞാൻ ഇനി ന്യായം പറയാം. 10 ലക്ഷം രൂപ നിങ്ങൾ തന്നു, ഇവിടുന്ന് പടക്കം കൊണ്ടുപോയി, കമ്പപ്പര കത്തി. നിങ്ങളുടെ അനാസ്ഥ കൊണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത്? എടാ കമ്പപ്പര കത്തിയല്ല നിന്നെ അടിച്ചത്. എടാ കമ്പപ്പര കത്തി, നീ പടക്കം കൊടുത്തുവിട്ട ബാസ്പോർട്ട് നിന്ന് കത്തി. എന്നിട്ടും അതിലുള്ള ഒരു പടക്കം പോലും പൊട്ടിയില്ല. അതിനാ നിനക്കിപ്പോ പൊട്ടിച്ചത്. അയ്യോ, അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങിയത് പ്രതീക്ഷകൾ പറഞ്ഞാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ദി എപ്പിസോഡ് ഈ പ്രതീക്ഷകൾ എല്ലായിടത്തും വന്ന് കഴിഞ്ഞ് കയറി ഇറങ്ങിയൊക്കെ പോയി. അപ്പൊ ഇന്നത്തേക്ക് ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്ലീപ് വെൽ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Gopika, Pothys, Alayam of Textiles. Jewelry courtesy for Gopika, Salato.